തന്നെയാ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏറ്റില്ല എന്നുള്ളത് നമ്മൾ തന്നെ വളരെ അതിശയത്തോടെ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു. അതിനിവിടെ ട്രോളന്മാർ പറയുന്നത് നെതന്യാഹു അവിടെ മിസൈലിൻ്റെ സ്വിച്ച് ഇട്ടപ്പോൾ തന്നെ ഈ ഹസൻ നസറുള്ളയുടെ കാറ്റ് പോയി എന്നാണ് പറയുന്നത് ട്രോളന്മാർ. പക്ഷേ ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബ്ലണ്ട് ട്രോമ എന്നാണ് പറയുന്നത്. എന്താണ് ഈ ബ്ലണ്ട് ട്രോമ? ചേച്ചി തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹിസ്ബുള്ള തലവൻ, ഹിസ്ബുള്ളയെ രാഷ്ട്രീയപരമായി ശക്തിപ്പെടുത്തിയ, പ്രാദേശികപരമായൊക്കെ ശക്തിപ്പെടുത്തിയ, 32 വർഷം അവരെ നയിച്ച അവരുടെ ദൈവം, ആ ദൈവത്തെയാണ് നെതന്യാഹു ഒറ്റ സെക്കൻഡ് കൊണ്ട്, കുറച്ച് നാളത്തെ തന്ത്രപരമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നസറുള്ള പോലും ചിന്തിക്കുന്നതിന് മുൻപ് നസറുള്ള കാലപുരി പൂകി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ മിസൈൽ ബങ്കർ ബസ്റ്റർ ബോംബിട്ടാണ് ഭൂഗർഭറയിൽ ഈ നെതന്യാഹു മിസൈൽ ആക്രമണം നടത്തിയത്, ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ മിസൈൽ വരുമ്പോൾ പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറിയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത്, ഒരു ചാരം പോലും കിട്ടാനുണ്ടാവില്ല ഹസൻ നസറുള്ളയുടെ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ശരീരത്തിൽ ഒരു പോറല് പോലും ഏറ്റിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പിന്നീട് വന്നു. അതൊക്കെ വെറുതെ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അല്ല, ഒരു പോറല് പോലും ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞു. ആ പോറല് പോലും ഏൽക്കാത്തതിന്റെ കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ, വളരെ ഉയരത്തിൽ നിന്ന് ഇദ്ദേഹം താഴേക്ക് രക്ഷപ്പെടാനായി ചാടുമ്പോൾ, അല്ലെങ്കിൽ ശരീരത്തിൽ പരിക്കേൽക്കാത്ത വിധം ഏതെങ്കിലും വസ്തു ഒന്ന് പതിച്ചാലോ ശരീരം അപ്പോൾ മരണപ്പെടുകയുള്ളൂ, ശരീരത്തിനൊന്നും സംഭവിക്കില്ല. ഇതിന് പറയുന്ന പേരാണ് ബ്ലണ്ട് ട്രോമ എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലേതെങ്കിലും ആയിരിക്കും സംഭവിച്ചത്. കാരണം ഈ ബങ്കർ ബസ്റ്റർ ബോംബ് വന്ന് വീണപ്പോൾ തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാകും, അതിനിടയിൽ ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാകും. അല്ലാതെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നോ ചിന്നിച്ചിതറിയോ അല്ല ഇദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കിട്ടിയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും അത് സ്ഥിരീകരിക്കണം, പുറത്തു വരണം. കാരണം ഇദ്ദേഹത്തിന്റെ ബോഡി, ഇവരുടെ ഈ ആചാരപ്രകാരമൊക്കെ ബോഡി സംസ്കരിക്കുന്ന ഒരു ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എപ്പോഴാണ്, എന്താണ്, ഇതൊന്നും ഇവർ പുറത്തു വിട്ടിട്ടില്ല. അതെല്ലാം രഹസ്യമായി തന്നെ വച്ചിരിക്കുകയാണ്. മരണം മാത്രമേ, അതായത് മരണപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി മുന്നോട്ട് എന്തായിരിക്കും ഈ ഒരു, ഇപ്പോൾ പുതിയ ആള് രംഗപ്രവേശനം, പിൻഗാമിയായി പുതിയ ആള് രംഗപ്രവേശനം ചെയ്യുന്നു. അപ്പോൾ അതിനു മുൻപേ സ്ഥാനാരോഹണം നടത്താനിരുന്ന ആളിനെ നടത്തുമെന്ന് പറഞ്ഞ് നാക്കിലേക്ക് ഇടുന്നതിന് 1 മണിക്കൂർ മുൻപ് തന്നെ ഇസ്രായേൽ തീർത്ത് കളഞ്ഞു. അപ്പോൾ ഈ ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഈ തീവ്രവാദ സംഘത്തെ ഒക്കെ തുടച്ചു നീക്കുമെന്നാണ് പറയുന്നത്. നബീൽ കൗക്കാണ് ഈ ഹസൻ നസറുള്ളയ്ക്ക് ശേഷം നബീൽ കൗക്കായിരിക്കും ആ തലവനായി വരിക എന്ന് പറയുന്നു. 1 മണിക്കൂറിനുള്ളിൽ നബീൽ കൗക്കിന്റെയും കാര്യം പറഞ്ഞു. അതിനുശേഷം ഹാഷിം സെയ്ഫിൻ എന്ന് പറയുന്ന ആളാണ് അടുത്ത തലവനായിട്ട് വരാനിരിക്കുന്നത്. വേറെ ഇപ്പൊ എനിക്ക് തോന്നിയ ഒരു ഡൗട്ടാണ്, ഇപ്പൊ പറഞ്ഞില്ലേ ശരീരത്ത് ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. ധന്യ തന്നെ പറഞ്ഞു അവിടെ ഹിസ്ബുള്ള അവരുടെ എല്ലാം ദൈവമാണ്, ആ വിഭാഗക്കാരുടെ ദൈവമാണെന്ന്. അപ്പൊ ഈ ദൈവമായതുകൊണ്ട് പോറലേറ്റില്ല എന്നൊരു വാദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്കിപ്പോ പെട്ടെന്ന് ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത് കളിയായിട്ടാണെങ്കിലും മരണത്തെ ഭയമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ, പ്രത്യേകിച്ച് ഇത്രയും സുഖലോലുപരായി ജീവിക്കുന്നവർ. ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവര്, ഈ തീവ്രവാദവുമായി പോകുന്നവർക്ക് മരണത്തെ ഭയം ഉണ്ടാകില്ല. കാരണം മരണത്തെ വരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അവരുടെ ആ ഒരു ആദർശങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ചിന്താഗതികൾക്ക് വേണ്ടിയിട്ട് മരണം പോകാൻ തയ്യാറായി തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. ഭയമില്ല. അല്ല, തലപ്പത്തിരിക്കുന്നവർക്ക് ഭയം ഉണ്ടാവില്ല. കാരണം ഈ താഴെത്തട്ടിലുള്ള ആളുകളെയൊക്കെ വിട്ട് 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 മരിക്കും, അവസാനമേ മരിക്കുന്നു. എന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ നെതന്യാഹുവിനോ ഇസ്രായേൽ സൈന്യത്തിനോ മൊസാദ് എന്ന ചാര സംഘടനയ്ക്കോ കഴിയില്ല എന്നുള്ളൊരു അഹങ്കാരം ഹസൻ നസറുള്ളയ്ക്ക് ഉണ്ടായിരുന്നു. അതാണ് നെതന്യാഹു തീർത്തത്. അപ്പോൾ ഈ മിസൈൽ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാകണം. ആ സമയത്തായിരിക്കും വളരെ ഉയരത്തിൽ നിന്ന് ഈ ഭൂഗർഭറയൊക്കെ ഈ കെട്ടിടത്തിനും സ്കൂളിനും ഒക്കെ അടിയിലല്ലേ, അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ വല്ല കാല് വഴുതി വീണ് താഴേക്ക് വീണ് തീർന്നതാണോ, അതോ ഇനി ഏതെങ്കിലും ഭാരമുള്ള വസ്തു ഒരു പോറല് പോലും ഏൽക്കാതെ. എനിക്ക് തോന്നുന്നു ഈ 2006 ഒരു യുദ്ധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുദ്ധം നടന്നപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. പക്ഷെ പിന്നീട് ഇദ്ദേഹം മരണപ്പെട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ ഇത്തവണ നെതന്യാഹു ഈ ചിന്നി ചിതറി കഴിഞ്ഞാൽ ഇദ്ദേഹം മരണപ്പെട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെയും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ
ബോഡി അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യണം, കൃത്യമായി കിട്ടണമെന്ന് ഒരു ഉദ്ദേശം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു എന്ന് കൂടി എനിക്ക് തോന്നുന്നു. എന്തായാലും ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ്, ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ഹസൻ നസ്രുള്ള മരിച്ചിരിക്കുന്നത്. അതിന്റെ പേരാണ് ബ്ലഡ് ട്രോമ എന്ന് പറയുന്നത് എന്നാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹസൻ നസ്രുള്ളയുടെ മരണം കൊണ്ടൊന്നും ഈ പോരാട്ടം അവസാനിക്കുന്നില്ല. നേതാവ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇസ്രായേൽ കരയുദ്ധത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇവരും തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഇപ്പോൾ ഏകദേശം 17,000 തീവ്രവാദികളാണ് ഈ യുദ്ധത്തിൽ മരണപ്പെട്ടതെന്നാണ് പറയുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ ലെബനിലും ഗാസയിലും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ 17,000 പേരെ മരണപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ 17,000 പേര് മരിച്ചു. ഇപ്പൊ നമുക്ക് ഈ തീവ്രവാദത്തെ തുടച്ചു നീക്കാം, ആശയത്തെ എങ്ങനെയാണ് തുടച്ചു നീക്കാൻ കഴിയുന്നത്? ആ ആശയം നമുക്ക് മരണത്തിന്റെ എണ്ണം കൂട്ടുന്നത് കൊണ്ട് അത് ഈ ഭൂമുഖ തീവ്രവാദം ഇല്ലാതാകുന്നില്ല. കാരണം എണ്ണം വർദ്ധിക്കുന്നതിലുപരി ഈ ഒരു ആശയത്തെയാണ്. ഇപ്പൊ പാകിസ്ഥാനിൽ നമ്മൾ എത്രത്തോളം തീവ്രവാദികളെ പിടിച്ച് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം തീവ്രവാദികൾ, അജ്മൽ കസം 21 വയസ്സുകാരനാണ് മുംബൈ ഭീകരാക്രമണം നടത്തിയ. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ എത്രയോ ഭീകരർ ശ്രമിച്ചു. ഭീകരാക്രമണങ്ങളൊക്കെ എവിടെ ഇരുന്നെല്ലാം ഇവർ ആസൂത്രണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആശയത്തെയാണ് തുടച്ചു നീക്കേണ്ടത്, അല്ലാതെ ഇവരെയൊക്കെ കൊന്നുകളയാം. ചിലപ്പോ കുറച്ചു നാള് ഈ തീവ്രവാദ സംഘടനയിലുള്ളവർ വായടച്ചു വെച്ച് മിണ്ടാതിരിക്കും. അതെ, ആ ആശയം അവിടെ തീരുന്നില്ല. ഇവരുടെ ആശയം എന്ന് പറയുന്നത് ഞങ്ങളാണ് ലോകം ഭരിക്കേണ്ടത്, ഞങ്ങളുടെ ആശയങ്ങളാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കേണ്ടത്, ഞങ്ങളുടെ ആശയങ്ങളാണ് മഹത്വം, അതിലപ്പുറം വേറെ ഒന്നുമില്ല. മറ്റുള്ളവർ പറയുന്നതെല്ലാം തെറ്റാണ്. ഈ തീവ്രവാദികൾ അതാണല്ലോ പറയുന്നത്, അവരുടെ ആശയങ്ങളാണ് ശരി, അവർ പറയുന്നതാണ് ശരി. ആ ശരിയിലൂന്നിയാണ്, അവർക്കും ഒരു ശരിയുണ്ട്, അവരുടേതായ ശരി. തീവ്രവാദികളാണെങ്കിൽ അവർ അവരുടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മറ്റുള്ളവരെ തീർക്കണം, ഒരു രാജ്യത്തെ ഇല്ലാതാക്കണം, അവിടുത്തെ ജനങ്ങളെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ആശയങ്ങളെ ഒരിക്കലും അംഗീകരിക്കുക. അതിനെയാണ് തീവ്രവാദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആശയം ഇവിടെ നിപ്പുണ്ട്. ഹമാസ് എന്ന് പറയുന്ന, ഹിസ്ബുള്ള എന്ന് പറയുന്ന, ഇപ്പൊ ഇറാനിലെ തന്നെ ഹൂത്തികൾ, ഇവരുടെയൊക്കെ ആശയം അവിടെ തന്നെ നിപ്പുണ്ട്. ഇവരിലൊക്കെ ഉള്ള ആളുകളെയാണ് തുടച്ചു നീക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നിസ്സാരമായിട്ട് നമുക്ക് പറയാം. ഇപ്പൊ ജാതി സ്പിരിറ്റ്, ഇപ്പോ ഒരു പരിധി വരെ ജാതി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഉള്ളിൽ അത് പോകത്തില്ല. അത് എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിൽ നിന്ന് അത് പോകത്തില്ല. കാലം കഴിയും തോറും നമ്മൾ വിചാരിക്കും പുരോഗമന ചിന്തകളൊക്കെ വന്നു, അത് വന്നു, ഇത് വന്നു എന്നൊക്കെ പറയും. പക്ഷെ ആ ആശയം അവരുടെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുകയാണ്. നമ്മളെന്തോ മാടമ്പിത്തരം ഉള്ള ആളുകളാണ്, നമ്മൾ കൂടിയ ജാതിയിലുള്ളവരാണ്, നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി, അവരുടെ ആശയങ്ങൾ മാത്രമാണ് ശരി, അവരുടെ കാഴ്ചപ്പാട് മാത്രമാണ് ശരി, അവർ പറയുന്നത് മാത്രമാണ് ശരി, ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം ഒന്നുമല്ല എന്നുള്ള ഇതേ ആശയം തന്നെയാണ് തീവ്രവാദികൾ പറയുന്നത്. മനസ്സ് തുറന്ന് ചിന്തിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ആ ചിന്തയിൽ തന്നെ ഊന്നിപ്പോകുന്നത്. പക്ഷെ വരും തലമുറ അതിൽ നിന്ന് വ്യത്യസ്തമായി വരുമെന്നാണ്. തീവ്രവാദത്തിന് വരും തലമുറ ഇല്ല. ഇപ്പോ സ്വയം പൊട്ടി തീരാൻ നിൽക്കുന്ന 100 കണക്കിന് ആളുകൾ ഇവർക്ക് പിന്നിലുണ്ട് എന്ന് ഇവർക്കറിയാം. ഒരാശയത്തെ ഇഞ്ചക്ട് ചെയ്ത് കുത്തി നമ്മുടെയാണ് വലുത്, അവർ നമ്മുടെ ആശയങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ്, നമ്മൾ വേണം ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മളാണ് ഇവിടെ ഈ ലോകത്തെ സംരക്ഷിക്കേണ്ടവർ നമ്മളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശയങ്ങൾ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കുത്തിക്കയറ്റി ചെറുപ്പക്കാരുടെ ഉള്ളിലേക്ക് വിഷം ഇങ്ങനെ കുത്തി നിറയ്ക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ കമ്പ്യൂട്ടറുകളിലും ടെക്നോളജികളിലും ഒക്കെ വൈദഗ്ധ്യമുള്ള എത്രയോ ചെറുപ്പക്കാരാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ ഈ തീവ്രവാദികളുടെ അടുത്തേക്കൊക്കെ ചെന്ന് ജീവിതം തന്നെ ഇല്ലാതെ, അതിനാണ് മസ്തിഷ്ക പ്രക്ഷാളനം. സ്വയം ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാതെ ഈ ഒരു ചിന്ത തലയിലേക്ക് കുത്തി നിറച്ച് കൊണ്ടുപോകും. ഈ നിമിഷ ഫാത്തിമ എന്നൊക്കെ പറയുന്ന പെൺകൊച്ച് വീട്ടിൽ ഞാൻ നേരിട്ട് പോയിട്ടുള്ളതാണ്. അത്യാവശ്യമല്ല, നല്ല രീതിയിൽ ജീവിക്കാൻ സാമ്പത്തികമായി മുന്നേറ്റമുള്ള ഒരു കുടുംബത്തിൽ, അത് ഒരു സഹോദരൻ പട്ടാളക്കാരൻ കൂടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാനുള്ള MBBS-ന് എന്തോ പഠിക്കാൻ വിട്ട സമയത്താണ് ഈ ഒരു സത്യസരണിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹോമി പഠിക്കാൻ വിട്ട സമയത്താണ് അത് പോയത്. ഇപ്പൊ സിറിയയിലാണ്, ഭർത്താവ് മരിച്ചു, കൊണ്ടുപോയ ആള് മരിച്ചു, ഇപ്പൊ വേറെ ആരുടെയൊക്കെ ഭാര്യമാരെന്നാണ് കേൾക്കുന്നത്. തിരിച്ചു വരണമെന്ന് ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു അപേക്ഷ കൊടുത്തപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. തീവ്രവാദത്തിലേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവന്നാൽ ഇവരൊക്കെ ഇവിടെ വന്നിരുന്ന ഏതൊക്കെ രീതികൾ പെരുമാറും, എന്താണ് തിരിച്ചു വരുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ തീരുമാനം ഇന്ത്യൻ സർക്കാർ പറഞ്ഞു. കൊണ്ടുവന്ന് അവരെ നിരീക്ഷണത്തിൽ പാർപ്പിക്കണ്ടേ? അറിയില്ല ചേച്ചി, കാരണം ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ കാണുന്നത് മൊത്തം തീവ്രവാദമല്ലേ.
മനസ്സ് അവർക്ക് രക്ഷപ്പെടാനൊരു അവസരം കൊടുക്കണ്ടേ? അവരെ തിരികെ കൊണ്ടുവരണം. കൊണ്ടുവന്ന് ഇവിടെയുള്ള ആ ചിന്താഗതിയുള്ള ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ടാവുമെങ്കിൽ അവർക്ക് ഇവരുടെ ജീവിതം ഒരു പാഠമാക്കി കൊടുക്കണം. അവിടെ ആ ദുരന്ത മുഖത്തെ കുറിച്ച് പറയാൻ നമ്മളെക്കാൾ ഇതിനെക്കുറിച്ച് കേട്ടറിവുള്ളവരെക്കാൾ അനുഭവിച്ച അറിവുള്ളവരാണ് ഏറ്റവും മനസ്സ് നമുക്ക് വായിക്കാൻ കഴിയില്ല. ഇവരെന്ത് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടാണ് അവരെ നിരീക്ഷിക്കണം. അവരെ സ്വതന്ത്രമായി വിടാതെ കൊണ്ടുവന്ന് നിരീക്ഷണത്തിൽ വെച്ച് അവരുടെ അനുഭവങ്ങൾ ഈ ജനങ്ങൾക്കിടയിലേക്കാണ് നമുക്ക്. ഇതൊക്കെ ഒരു പരിധിയില്ലേ നമുക്ക്? ഇപ്പോ നല്ലതാണെന്ന് കാണിക്കാൻ ഒരു 1-2 വർഷം നല്ല രീതിയിൽ ജീവിക്കാം. ശരി, നന്നായെന്ന് നമ്മൾ ഇറക്കി വിടും. അത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഈ ലോകത്തിൽ ഈ ഇന്ത്യയിൽ ചെയ്തു കൂട്ടുന്നത് നമുക്കറിയില്ല. ഞാൻ അവരെ അതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഹസൻ നസറുള്ളയാണ്. അപ്പൊ ഹസൻ നസറുള്ളയെ സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ബ്ലഡ് ട്രോമ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഹസൻ നസറുള്ള മരിച്ചിരിക്കുന്നത്. ആ ബ്ലഡ് ട്രോമ എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിൽ നിന്ന് താഴെ വീഴുകയോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഭാരമുള്ള വസ്തു ശരീരത്തിൽ പതിക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിന് മുറിവേൽക്കില്ല, മരണപ്പെടുക മാത്രമേ ചെയ്യൂ. അതിനാണ് ഈ ബ്ലഡ് ട്രോമ എന്ന് പറയുന്നത്. അത് വന്നാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ കൂടുതൽ സ്ഥിരീകരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് വരട്ടെ.